അപ്പൊ കാണുമ്പോഴേ എന്നും പറഞ്ഞോട്ട് അങ്ങോട്ട് ചെല്ലരുത്. അമ്മേ, അമ്മയുടെ മുഖം എന്തോ അമ്മേ കടന്തലൂത്തിൻ്റെ കൂട്ടിരിക്കുന്നേ? ഒരു കുഴപ്പമില്ല. ഒന്നുമില്ല, ഒന്നും പറയണ്ട. എന്തോ ഉണ്ട്, എനിക്കറിയാലോ അമ്മയെ കണ്ട. എന്തോ പറയാന്, നിന്റെ അച്ഛന്റെ വീട്ടുകാരുടെ ഗുണമധികാരം ഓർത്ത് ഞാൻ അങ്ങ് ഇരുന്നതാ. അമ്മേ, ആ കഥ എനിക്കറിയാം, ഞാൻ കേട്ടെ. കേട്ടാലും നീ അങ്ങോട്ട് കേക്ക്. എനിക്കേ ഇഷ്ടം പോലെ സ്വർണം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. നിന്റെ അപ്പച്ചന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്വർണം മൊത്തം എടുത്തു. അത് എന്നോട് ചോദിക്കുക പോലും ചെയ്ത് എന്റെ അലമാരി കുത്തി തുറന്ന് അവർ എടുത്തോണ്ട് പോയി. എന്നിട്ട് എന്തായി? അവിടെ കല്യാണത്തിന് പോലും എന്നെ വിളിച്ചില്ല. അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. എനിക്ക് ജോലി ഇടുന്ന സമയത്ത് കിട്ടിയ ശമ്പളം മൊത്തം അവർക്ക് ഞാൻ അങ്ങ് കൊടുത്തു. ആ വീട് വെച്ചതാരാ? എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഭർത്താവിനെ എന്നെ കൂടെ ഇറക്കി വിട്ടില്ലയോ? ഇതുപോലൊരു നെറികെട്ടവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അമ്മയുടെ വീട്ടുകാരോ? എന്റെ വീട്ടുകാർക്ക് എന്തോ കുഴപ്പം? എന്റെ വീട്ടുകാർ നല്ലവരാ, അവർക്കൊരു കുഴപ്പമില്ല. അടിപൊളി PR വർക്ക്. എന്തിനാ എന്നോട് എപ്പോഴും ഈ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്റെ അപ്പച്ചി എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങോട്ട് എഴുന്നള്ളി വരുന്നുണ്ട്. അപ്പൊ കാണുമ്പോഴേ എന്നും പറഞ്ഞോട്ട് അങ്ങോട്ട് ചെല്ലരുത്. നീ എന്റെ കയ്യിരിക്കുന്നത് വാങ്ങിക്കും. ഒരകലത്തിൽ നിന്നാൽ മതി. അധികം മിണ്ടാനും എടുക്കാനും ഒന്നും പോകണ്ട കേട്ടോ. എന്താ താമസിച്ചേ? എന്താ നാത്തൂനെ താമസിച്ചത്? ക്ഷീണിച്ചു പോയി കേട്ടോ. പഴയതൂലൊന്നും അല്ല, അങ്ങ് ക്ഷീണിച്ചങ്ങ് വാടി തളർന്നു. സൗന്ദര്യമൊക്കെ നോക്കണം കേട്ടോ. നല്ല സാരി, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ സാരിയൊക്കെ. എന്തൊരു സുന്ദരിയായാലും നാത്തൂന്. കഴിഞ്ഞ ദിവസം കൂടെ വിചാരിച്ചോളൂ നാത്തൂൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ എനിക്ക് പറ്റത്തില്ല, നടുവേദനയായിരുന്നു, പറ്റിയില്ല എനിക്ക് വരാൻ വേണ്ടിയിട്ട്. അല്ല, ഇവനെന്താ കടന്തല് കുത്തി കൊണത്തിരിക്കുന്നേ? അവരങ്ങനെ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മോനെ വിളിച്ചു കെട്ടി ഇങ്ങനെ ഉണ്ടാമെ പോലെ